എല്ലാം അറിഞ്ഞിരുന്നിട്ടും നമ്മെ ഇപ്രകാരം വിളിച്ചു വരുത്തി അപമാനിച്ചത് മഹാ അപരാധമായി പോയി മഹാരാജൻ. ഇത് നമ്മുടെ പിതാവ് അറിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ പോലും കലാശിച്ചേക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്പർദ്ധ സൃഷ്ടിക്കാനാണല്ലോ അങ്ങ് ശ്രമിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ നാം നിലമറന്ന് പെരുമാറിപ്പോകും. മന്ത്രിമുഖ്യ, വരൂ. ഇതാദ്യമായിട്ടാ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനഭാരത്താൽ ശിരസ് കുമ്പിട്ടുപോയത്. അതും മകള് കാരണം. നാം ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്നതെല്ലാം വേദനകളാണല്ലോ. തിരുമനസേ, അങ്ങ് ദുഃഖിക്കരുത്, തളരരുത്. അതെ മഹാരാജൻ, നാം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഓം ധർമ്മശാസ്താവേ നമഃ. ഓം ധർമ്മശാസ്താവേ നമഃ. പൂർണ്ണ, നാം ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ് നമ്മുടെ പുത്രി കാരണം അപമാനിതനായിട്ട് മടങ്ങിയത്. ഓരോ അതിഥിയും ദേവതുല്യരാണ്. അവരെ സന്തോഷത്തോടെ യാത്രയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പുത്രിയിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് നാം കരുതിയതേയില്ല. ക്ഷമിക്കണം പിതാവേ, മനഃപൂർവ്വം അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ മനസ്സിലുള്ളതെന്തോ ആ സത്യം ഞാൻ തുറന്നു പറഞ്ഞു. ലൗകിക ജീവിതം ഉപേക്ഷിച്ച് കുമാരി ഇങ്ങനെ തന്നെ തുടർന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താവും? നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ഈശ്വരന്റെ തീരുമാനങ്ങൾ. നശ്വരമായ ഈ ലോകത്തിന്റെ നടത്തിപ്പിന് ആരും കൂടിയേ തീരൂ എന്നില്ല പിതാവേ. അങ്ങേക്ക് മുമ്പ് അങ്ങയുടെ പിതാവ് രാജ്യം ഭരിച്ചിരുന്നു. അതിനു മുൻപും ഈ രാജ്യവും അന്നത്തെ ജനങ്ങളും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നില്ലല്ലോ. പിന്നെന്തിന് അതിനു ശേഷമുള്ള കാലത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേവലാതിപ്പെടണം? ഒരു നിമിഷത്തെ പോലും നിയന്ത്രിക്കാൻ അശക്തനായ മനുഷ്യൻ താനാണ് എല്ലാം ചെയ്യുന്നതെന്ന് അഹങ്കരിക്കുന്നു. പക്ഷേ വേദ ഇതിഹാസ പുരാണങ്ങൾ മുഴുവൻ ഹൃദ്യസ്ഥനായ അങ്ങ് ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. പിതാവേ, അങ്ങ് അറിവുള്ളവനാണ്. അങ്ങയുടെ വിരൽ പിടിച്ചാണ് ഞാൻ ഈ ലോകം കണ്ടു തുടങ്ങിയത്. എന്റെ ഒരാഗ്രഹവും അങ്ങ് സാധിച്ചു തരാതിരുന്നിട്ടില്ല. എന്നിട്ടും എന്റെ പ്രവൃത്തികൾ അങ്ങയെ ദുഃഖിതനാക്കുന്നു. അത് മാത്രമാണ് എനിക്ക് സഹിക്കാനാവാത്തത്. മകളെ പൂർണ്ണേ, സാത്വികമായ ആഗ്രഹങ്ങളെ കുമാരി എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം ഞാൻ സാധിച്ചു തന്നിട്ടുമുണ്ട്. അനുരൂപനും പ്രാപ്തനുമായൊരു വരനെ കണ്ടുപിടിച്ച് മകളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഏതൊരു പിതാവിൻ്റെയും കടമയാണ്. നാം അതാണിപ്പോ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിതാവേ, എന്റെ മനസ്സു നിറയെ ശ്രീ ധർമ്മശാസ്താവാണ്. അതിനാൽ എനിക്ക് അനുരൂപനായ വരനും ശ്രീ ധർമ്മശാസ്താവ് തന്നെയാണ്. ഈ ജന്മത്തിൽ എനിക്കൊരു പതിയുണ്ടെങ്കിൽ
അത് ശ്രീധർമ്മശാസ്താവ് മാത്രമായിരിക്കും. അപ്രാപ്യമായതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ കുമാരി. ഈ ലോകത്ത് അപ്രാപ്യമായത് ഒന്നും തന്നെ ഇല്ല പിതാവേ. എന്റെ ആഗ്രഹം എന്നെങ്കിലും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തികഞ്ഞ ഒരു ശാസ്താഭക്തിയായി ഈ ജന്മം ജീവിച്ചു തീർക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും സാധ്യമല്ല കുമാരി. ഒരു പിതാവെന്ന നിലയിൽ കുമാരിയുടെ വിവാഹം നടത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കുമാരി എത്ര എതിർത്താലും നാം അത് നിർവഹിച്ചിരിക്കും. സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കടമകൾ നിറവേറ്റുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകേണ്ടതല്ലേ പിതാവേ? ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ശാസ്ത്ര ഇതിഹാസ പണ്ഡിതനായ അങ്ങ് പറഞ്ഞാൽ എന്റെ ജീവൻ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. വേണ്ട, കഠിനമായ വാക്കുകൾ ഉപേക്ഷിക്കൂ പുത്രി. നിന്റെ സന്തോഷമാണ് നമുക്ക് വലുത്. നിന്റെ ഇഷ്ടമെന്താണോ ഇനി അങ്ങനെ നടക്കട്ടെ. നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും തെറ്റ് കണ്ടെത്താൻ നമുക്കാവുന്നില്ല. ഈശ്വരേച്ഛ എന്താണോ അതേ നടക്കൂ. സമാധാനമായിട്ടിരിക്കും. ശാസ്താവേ, ഭഗവാനെ, ധർമ്മശാസ്താവേ, പിതാവിന്റെ മനസ്സലിയിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അടിയനെ രക്ഷിച്ചതിന് 1000 നന്ദി ഭഗവാനെ. സാമന്തന്മാരിൽ നിന്നുള്ള കപ്പവും നാടുവാഴികളുടെ കരം പിരിവും വക വരവ് 1,07,000 സ്വർണ്ണ നാണയങ്ങളും 2,00,000 വെള്ളി നാണയങ്ങളും 1,00,000 ചെമ്പ് നാണയങ്ങളും, കൃഷിക്കും ഗ്രാമങ്ങൾക്കും ക്ഷേത്ര കാര്യങ്ങൾക്കുമായി ചെലവ് 25,000 സ്വർണ്ണ നാണയങ്ങൾ, സൈന്യത്തിനായി ചെലവ് 20,000 സ്വർണ്ണ നാണയങ്ങൾ, പൂർവിക സ്വത്തും നിധികളും ഇരിക്കെ പോയ വർഷത്തിലെ നീക്കിയിരിപ്പും ചേർത്ത് 5,00,000 സ്വർണ്ണ നാണയങ്ങളും 4,00,000 വെള്ളി നാണയങ്ങളും 2,50,000 ചെമ്പ് നാണയങ്ങളും ഈ വർഷത്തെ നീക്കിയിരിക്കും. വരവ് ചെലവുകളെല്ലാം നമുക്ക് ശരിക്കും ബോധ്യമായി രായസമ്പിള്ളേ. വരും വർഷങ്ങളിൽ കൂടുതൽ പണം ഗ്രാമവാസികളുടെ ഉന്നതിക്കായി നീക്കിവെക്കണം. തിരുമനസേ, അതൊരു നല്ല തീരുമാനമാണ്. ഈ ആണ്ടിൽ പ്രകൃതി നന്നായിട്ട് കനിഞ്ഞിരിക്കുന്നു മഹാരാജൻ. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളോട് കനിയും. പ്രകൃതിയെ ചൂഷണം ചെയ്താൽ പ്രകൃതിക്ഷോഭമായിരിക്കും ഫലം. അതുപോലെ ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധി അവിടുത്തെ കാർഷിക വിളകളെ ആശ്രയിച്ചിരിക്കും. അത് നമുക്ക് നൽകുന്നത് കർഷകരാണ്. നല്ല അന്നമാണ് ആരോഗ്യമുള്ള പ്രജകൾക്ക് ആധാരം. അതുകൊണ്ടാണ് നാം ഗ്രാമങ്ങൾക്കും കർഷകർക്കുമായി കൂടുതൽ പണം നീക്കിവെക്കുന്നത്. കൂടാതെ പ്രകൃതി കനിയാൻ ഈശ്വരാനുഗ്രഹവും വേണം. അതിനായി പൂജകളും വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ വേണ്ട സമയത്ത് വേണ്ടുന്ന അളവിൽ മഴ ലഭിക്കൂ. അതേ തിരുമനസേ, കഴിഞ്ഞ വർഷം വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന അളവിൽ തന്നെ മഴ ലഭിച്ചു. അതിലൂടെ കാർഷിക വിളകൾ നന്നേ അഭിവൃദ്ധിപ്പെട്ടു. ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും നമ്മുടെ ഈ ദേശം മഹാബലി നാട് പോലെ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. മന്ത്രി, ഈശ്വര കടാക്ഷത്താൽ തീരാവ്യാധികളും മഹാദുരന്തങ്ങളും ഒന്നും നമ്മുടെ ദേശത്തിന്റെ അതിർത്തി കടന്ന് എത്തിയിട്ടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രജകൾക്കും സുഖവും സന്തോഷവുമാണ്. അങ്ങേപ്പോലൊരു ഈശ്വരവിശ്വാസി ദേശം വാഴുമ്പോൾ ഇവിടത്തെ പ്രജകൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യമല്ലാതെ മറ്റെന്തുണ്ടാകാനാണ്? പ്രണാമം മഹാരാജൻ. അങ്ങേ മുഖം കാണിക്കാൻ കാഴ്ചദ്രവ്യങ്ങളുമായി മലയോര ദേശത്തെ ഗ്രാമത്തലവനും ഗ്രാമവാസികളും വന്നിട്ടുണ്ട് മഹാരാജാവേ. നാം ഇതാ വരുന്നു.
സർഹ ഇന്നത്തേക്ക് പിരിയാം. പ്രണാമം. പ്രണാമം. ചന്ദ്രവംശത്തിലകം പിഞ്ചലദേശം വാഴും വീരശിഖാമണി മഹാരാജാവ് പിഞ്ചലവർമ്മൻ തിരുമനസ് നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ. ഗ്രാമമുഖ്യനും ഗ്രാമവാസികൾക്കും സുഖം തന്നെയല്ലേ? ആണേ, ഈശ്വര അനുഗ്രഹത്താലും അങ്ങയുടെ കൃപയാലും സുഖം തന്നെയാണേ തിരുമനസേ. എന്താ ആഗമനോദ്ദേശം? പറഞ്ഞാലും. അവിടത്തെ കൃപ കൊണ്ട് ഈ ആണ്ട് സമൃദ്ധമായ വിളവുകളുണ്ടായി. പക്ഷേ കാട്ടുമൃഗങ്ങളുടെ ശല്യം സഹിക്കവയ്യ. വിളകളെല്ലാം നശിപ്പിക്കുകയാണ്. തിരുവുള്ളക്കേട് തോന്നരുത്. അതിനുള്ള പരിഹാരം അവിടുന്ന് തന്നെ കണ്ടെത്തണം. രാത്രിയും പകലും കാട്ടുമൃഗങ്ങൾ കാട് കടന്ന് ഗ്രാമത്തിലെത്തുന്നു. അവറ്റകൾ കാരണം ഭയന്നാണ് തമ്പുരാനെ കഴിയുന്നത്. മന്ത്രി, എന്താ ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം? കാട്ടുമൃഗങ്ങളെ തുരത്തുകയല്ലാതെ വേറെ മാർഗമില്ല രാജൻ. നാം ഈ ദേശം വാഴുമ്പോൾ നമ്മുടെ പ്രജകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. വൈകാതെ തന്നെ വേട്ടയ്ക്കായി ഒരു തീയതി നിശ്ചയിച്ചോളൂ. ആകട്ടെ തിരുമനസ്. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ നാം എത്രയും വേഗം ഒരു വേട്ടയ്ക്ക് പുറപ്പെടുന്നുണ്ട്. ദിവസവും മറ്റും കാലയെ കൂട്ടി അറിയിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കുറച്ചുപേർ നമ്മോടൊപ്പം ഉണ്ടാവണം. അങ്ങനെ ആവട്ടെ തിരുമനസേ. വരൂ മന്ത്രി. വേട്ടയ്ക്ക് തയ്യാറായിട്ട് ഇറങ്ങുമ്പോൾ റാണിയെ കണ്ടില്ലല്ലോ എന്ന് നാം ചിന്തിച്ചതേ ഉള്ളൂ. ക്ഷേത്ര ദർശനത്തിനായി പോയതാണ്. ആപത്തുകൾ അകലാൻ രക്തപുഷ്പാഞ്ജലി നടത്തി. തിരുമനസി പ്രസാദം അണിയും. എന്തിനാണ് ഈ ദുഃഖഭാവം? റാണിയുടെ വിഷമം കണ്ടാൽ തോന്നുമല്ലോ നാം വേട്ടയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണെന്ന്. എല്ലായ്പ്പോഴും വിഷമം തന്നെയാണ് മഹാരാജൻ. പതിയെ പിരിഞ്ഞിരിക്കുമ്പോൾ ഏത് പത്നിക്കാണ് വിഷമം ഉണ്ടാവാത്തത്? കൂടാതെ അങ്ങ് കാട്ടിലേക്കല്ലേ പോകുന്നത്? ഇപ്രാവശ്യം കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണെന്നല്ലേ പറയുന്നത്? ഏത് മൃഗമായാലും നമ്മുടെ ആത്മധൈര്യത്തിനും ആയുധപാടവത്തിനും മുന്നിൽ പിന്തിരിഞ്ഞോടും. സാഹസികത നിറഞ്ഞ ഒരുപാട് വീരകൃത്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രായമേറുമ്പോൾ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തില്ലെന്നുള്ള ചിന്ത നമുക്കുണ്ട്. അത്തരം ചിന്തകളൊന്നും വേണ്ട റാണി. റാണിക്ക് ഓർമ്മയില്ലേ, പോയ ആണ്ട് നാം വേട്ടയ്ക്ക് പോയപ്പോൾ കാട് കുലുക്കി സർവ്വതും ചവിട്ടി മെതിച്ച് നമ്മുടെ നേരെ വന്ന ഒറ്റയാന്റെ മുമ്പിൽ പോലും പിന്തിരിയാതെ നിന്നവനാണ് നാം. അന്ന് എന്നോടൊപ്പം വന്ന ഭടന്മാരും പരിവാരങ്ങളും ഭയന്ന് വിറച്ചോടിയിട്ടും നാം അടിപതറിയില്ല. നാം വേട്ടയ്ക്ക് പോകുന്നത് വിനോദത്തിനായിട്ടല്ല. കാടിറങ്ങി നാട്ടിൽ വന്ന് വിളകൾ നശിപ്പിക്കുകയും പ്രജകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ തുരത്താനാണ്. അത് നമ്മുടെ കടമയാണ്. അതിന് നമുക്ക് തുണയായി കുലദൈവങ്ങളുടെയും ഗുരുപരമ്പരകളുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാവും. റാണി, 3-4 ദിവസത്തെ യാത്ര അത്രയേ ഉള്ളൂ. പിന്നെ നാം ഒറ്റയ്ക്കല്ലല്ലോ. ഗ്രാമത്തിലെ വേട്ടക്കാരും കൂട്ടായി ഉണ്ടല്ലോ. പിന്നെ മന്ത്രിയും. ആരൊക്കെ അങ്ങയോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും അധികം ഉൾവനത്തിലേക്കൊന്നും പോകരുത്.
അതൊന്നും ഓർത്ത് റാണി വിഷമിക്കണ്ട. വരൂ, സന്തോഷത്തോടെ നമ്മെ യാത്രയാക്കും. പിതാവേ, അങ്ങ് പോകുന്നത് ഘോരമായ വനത്തിലേക്കല്ലേ? അങ്ങയുടെ യാത്ര ശുഭകരമാകാൻ ഞാൻ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും ശ്രീ ധർമ്മശാസ്താവ് കാത്തുകൊള്ളും. ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി പൂജിച്ചതാണ് ഈ രുദ്രാക്ഷമാല. അങ്ങ് ധരിച്ചുകൊള്ളുക. പിതാവിന് കൂട്ടായി ആ ദിവ്യ സാന്നിധ്യം കൂടെ തന്നെ ഉണ്ടാകും. ദൈവഭയമുള്ളവൻ എളിമയിൽ ഏറ്റവും താഴെ ഇറങ്ങി നിൽക്കും. അവന് വീഴ്ച എന്നൊന്നില്ല. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ